അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ വിറളി പിടിച്ചിരിക്കുകയാണ് ട്രംപ്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങുകൾ ഗംഭീരമായി ഇറാൻ നടത്തുക കൂടി ചെയ്തതോടെ ട്രംപിന്റെ ഫ്യൂസ് ഊരിയ അവസ്ഥയാണ്. ഈ ചടങ്ങ് തകർക്കാനും വേണ്ടി വന്നാൽ ഖാംനയുടെ ഖബറിടം പോലും ഇല്ലാതാക്കാനുമൊക്കെ അമേരിക്ക ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നെങ്കിലും അതിനൊക്കെ തന്ത്രപരമായി ഇറാൻ പ്രതിരോധിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുമെന്ന ഭയവും ട്രംപ് പങ്കുവെച്ചതോടെ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയാതെ വിറയ്ക്കുന്ന അമേരിക്കയുടെയും പേടിച്ചറിഞ്ഞ ട്രംപിന്റെയും ചിത്രങ്ങളാണ് ലോകം കണ്ടത്. ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ നാളുകൾ മുതലേ കേട്ടിരുന്ന വാർത്തകളിൽ ഒന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമമുണ്ടാകുമെന്ന്. ഇതിനായി ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളെ അമേരിക്കയിൽ സജ്ജമാക്കിയെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതുവരെ അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സകല മുൻകരുതലുകളും ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് അന്ന് മുതൽ ഇറാന്റെ ഭീഷണി ട്രംപിനെ ഭയപ്പെടുത്തിയിരുന്നു എന്നത് സാരം. അതിന്റെ തുടർച്ച തന്നെയാണ് 5 മാസങ്ങൾക്കിപ്പുറവും നമ്മൾ കാണുന്നത്. ഇത്തവണ പക്ഷേ ട്രംപിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയത് സാക്ഷാൽ ഇസ്രായേൽ ഇന്റലിജൻസ് തന്നെയായിരുന്നു. അതോടെ ട്രംപിന്റെ സർവ്വ കൺട്രോളും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നെ വധിച്ചാൽ ഇറാന്റെ അന്ത്യമായിരിക്കുമെന്നും അതിനായി 1000 മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് വെല്ലുവിളിയുടെ ഭാഷയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് പോസ്റ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിർണായക വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത്. താൻ ഇറാന്റെ 1-ാം നമ്പർ ശത്രുവായിട്ട് ഏറെ നാളായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ മിസ് ചെയ്യുമെന്നും കരുതുന്നുവെന്നും ട്രംപ് തമാശയായും ട്രംപ് ഇതിനിടെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം ഉള്ളിലെ മരണമായി മറച്ചു വെക്കാനുള്ള ട്രംപിന്റെ നാട്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്രയും കാലം സർവ്വശക്തിയും എടുത്ത് ആക്രമിച്ചിട്ടും ഇറാനെ തകർക്കാനോ ഭീഷണികൾ ഇല്ലാതാക്കാനോ ട്രംപിനും നെതന്യാഹുവിനും കഴിഞ്ഞിട്ടില്ല. പരമോന്നത നേതാവ് ഖാംനയെ കൊല്ലപ്പെടുത്തിയ ശേഷമെങ്കിലും കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലേക്ക് വരുമെന്ന് കരുതിയ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനിലെ ജനങ്ങളും ഭരണകൂടവും ഒറ്റക്കെട്ടായി ട്രംപിനെതിരെ പ്രതിരോധം തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാമെന്ന ദുരവസ്ഥ ട്രംപിന്റെ തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങിക്കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ഇറാൻ തന്നെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് ട്രംപ് സംസാരിച്ചിരുന്നു. ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും എന്നാൽ അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയോടുള്ള ഇറാന്റെ പ്രതികാരത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. പഴകുന്തോറും ആ പ്രതികാര ചിന്തയ്ക്ക് വീര്യം കൂടുകയും ചെയ്യുന്നു. 2020 ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ടത് മുതൽ ഇറാൻ ട്രംപിനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഇറാൻ യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനയെ വധിച്ചതും ഇറാൻ ട്രംപിനോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. ഖംനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൊല്ലണമെന്ന ജനങ്ങളുടെ മുറവിളിയും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സ്കൂളിൽ ബോംബിട്ട് 100-ലധികം കൊച്ചു പെൺകുട്ടികളെ അമേരിക്ക കൊല്ലപ്പെടുത്തിയതിന്റെ നോവും ഇറാനുണ്ട്. ആ സംഭവത്തെ ലഘൂകരിച്ച് സംസാരിച്ച ട്രംപിനോട് ഇറാൻ ജനതയ്ക്ക് അമർഷം കൂടിയിട്ടുമുണ്ട്. അങ്ങനെ ഇറാൻ ഭരണകൂടത്തിനും ഇറാനിയൻ ജനതയ്ക്കും ട്രംപിനോടുള്ള വിരോധം കണക്കിലെടുത്താൽ വധഭീഷണി എന്നത് യാഥാർത്ഥ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് 2 തവണ ട്രംപിന് നേരെ വെടിയുതിർത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വെടിവെപ്പുണ്ടായ 2 സംഭവങ്ങളിലും ശത്രുരാജ്യങ്ങളുടെ പങ്ക് വെളിപ്പെട്ടിട്ടില്ല. ആ അവസരങ്ങളിൽ പോലും ആത്മവിശ്വാസം കാട്ടിയ ട്രംപ് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങൾ എന്ന് വിലയിരുത്തപ്പെടുന്ന FBI, CIA പോലുള്ള ഏജൻസികളും പ്രസിഡന്റ് സുരക്ഷ മാത്രം അജണ്ടയായുള്ള സ്ട്രിക്റ്റ് സർവീസ് ഉണ്ടായിട്ടും ഇറാന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ട്രംപ് പറയുന്നില്ല. അതായത് സ്വന്തം ജീവന്റെ കാര്യമോർത്ത് ട്രംപിന് വിളറിയും ഭീതിയും വർദ്ധിച്ചിരിക്കുന്നു എന്ന് സാരം. വധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്ത എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് താൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം കൂടി ആ പരാമർശത്തിനുണ്ട്. ഇറാന്റെ ഭരണ നേതൃത്വത്തെ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ട്രംപിന് താനും ഒരു നാൾ ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്നാണ് ചില വിദേശകാര്യ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉള്ളിലെ ഭയം പുറത്തു വരാതിരിക്കാൻ വീണ്ടും ഇറാനെതിരെ പ്രസ്താവനകൾ നടത്തുകയാണ് ട്രംപ്.
ഭയന്നത് താനല്ല ഇറാനാണെന്ന് വരുത്താൻ ഈ പരാമർശങ്ങളിലെല്ലാം ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട്. അമേരിക്കയുമായി ചർച്ചകൾ തുടരാൻ ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാൻ തന്റെ കാലിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കുകയാണെന്ന് വരുത്താനാണ് ട്രംപിന്റെ ശ്രമമെന്ന് ചുരുക്കം. ചർച്ചകൾ തുടരാൻ താൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ഇറാൻ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് പറയുന്നത്. നോക്കുക, എത്ര വിരോധാഭാസം നിറഞ്ഞ പ്രസ്താവനയാണിത്. ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വെടിനിർത്തലിന് വേണ്ടിയാകണം. ഇവിടെ വെടിനിർത്താൻ കഴിയില്ലെന്നും ചർച്ച നടത്താൻ സന്നദ്ധനാണെന്നും പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നാണ് ലോകം ചോദിക്കുന്നത്. ഇനി ട്രംപിന്റെ ഈ അവകാശവാദത്തിന്റെ മറ്റൊരു വശം കൂടി പരിശോധിക്കാം. യുദ്ധം തുടങ്ങിയ ശേഷം പലതവണ ട്രംപ് ആവർത്തിച്ച പരാമർശമാണ് ചർച്ചകൾക്കായി ഇറാൻ തന്നോട് കീഴപേക്ഷിക്കുകയാണെന്നത്. യുദ്ധമുഖത്ത് പക്ഷേ ലോകം കണ്ടത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയ ഇറാനെയാണ്. അതായത് ഇറാൻ കാലിൽ വീണുവെന്നും ഇറാൻ ആയുധശേഷി ഇല്ലാതായി എന്നുമൊക്കെ ട്രംപ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇറാൻ അതിശക്തമായി US കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നതെന്ന് സ്വാഭാവികമായും കരുതേണ്ടി വരും. ചർച്ച എന്ന വാക്ക് ഇതുവരെ ഇറാൻ പറഞ്ഞിട്ടില്ല. പോരാത്തതിന് യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നും ഇറാൻ പറഞ്ഞിരുന്നു. ഒടുവിൽ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളും അത് ചെയ്യാമെന്ന് ഇറാൻ പറയുകയായിരുന്നു. ഖാംനിയുടെ സംസ്കാരത്തിനിടെ ഉണ്ടായ പ്രകോപനങ്ങൾക്ക് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഹോർമൂസിലൂടെ പോയ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലും അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടി നൽകി. അപ്പോൾ ചർച്ചകൾ തുടരാൻ ഇറാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് അമേരിക്ക അതിന് സമ്മതിക്കുന്നത് എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് തീരെ വിശ്വാസ്യതയില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ ഉദ്ദേശിച്ചുള്ള ധാരണാപത്രം ഒപ്പിട്ടപ്പോഴും ഈ വെറും വാക്കുകൾ ലോകം കേട്ടിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പേപ്പർ വലിച്ചു കീറി കളയുമെന്നാണ് ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ തലേ ദിവസം പോലും ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപ് തന്നെ ഒപ്പിട്ട കരാറിലെ 14 ഇന വ്യവസ്ഥകളിൽ 12 ഇറാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. വെടിനിർത്തലും ധാരണാപത്രവും ഇനി പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ ട്രംപ് ഇറാനോട് പറയാതെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തന്നെ നേട്ടങ്ങൾ നിങ്ങൾ തന്നെ ഇല്ലാതാക്കി എന്നാണ്. എന്നാൽ ഒരു ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ പേരിൽ ട്രംപ് പറയുന്നതെല്ലാം അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെക്കാൻ ഒരുക്കമല്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. അതുതന്നെയാണ് ട്രംപിന്റെ ജീവഭയത്തിന്റെ അടിസ്ഥാനവും. ഒരുപക്ഷെ ഇറാനെ വരുതിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന ഭയം ട്രംപിനെ പൂർണ്ണമായും ഉണ്ടായേക്കാം. അതുകൊണ്ടാകും വിറളി പിടിച്ചതുപോലെ ഒരു ലോജിക്കുമില്ലാതെ പിച്ചും പേയും പറയുന്നത് പോലെ ട്രംപ് വാപോയ കോടാലിയായി മാറുന്നത്. എന്തായാലും വെടിനിർത്തൽ അവസാനിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും കനത്ത ആശങ്ക രൂപപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റ് 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാൻ US സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടയിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം. IRGCക്ക് സാമ്പത്തിക സഹായം നൽകി എന്നാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതോടൊപ്പം നാറ്റോ രാജ്യങ്ങളെ ഒപ്പം കൂട്ടി ഒമാന്റെ സഹായത്തോടെ ഹോർമൂസ് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യവും ട്രംപിനുണ്ട്. എന്നാൽ ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ ഈ നീക്കങ്ങൾ തകർന്നടിയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപിന് ഇരട്ടി പ്രഹരമായിരിക്കുകയാണ് പുതിയ വധഭീഷണി. ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് ഇത് കണ്ടെത്തിയത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ട്രംപ് നന്നായി ഉൾക്കൊള്ളുന്നുമുണ്ട്. പക്ഷേ ഇറാനോട് ഒരു കരാറിൽ ഏർപ്പെട്ട് സ്വയം തോൽവി സമ്മതിക്കാൻ ട്രംപിന്റെ ഈഗോ അനുവദിക്കുന്നതുമില്ല. ചെകുത്താനും കടലും നടുവിൽ എന്ന അവസ്ഥയിലായതോടെയാണ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ട്രംപിന്റെ പ്രസ്താവനകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതെ, ട്രംപിന് വിളറി പിടിച്ചിരിക്കുകയാണ്. വെറും വിറളിയല്ല, മരണഭീതിയും യുദ്ധക്കുതിയും കടുത്ത സമ്മർദ്ദവും അതിലുപരി ഇറാന്റെ അതിശക്തമായ വെല്ലുവിളിയും തിരിച്ചടിയും എല്ലാം കൂടി അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന അതികഠിനമായ വിളറി. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിൽ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ഇത് പശ്ചിമേഷ്യയ്ക്കുണ്ടാക്കുന്ന ആഘാതം ഒരിക്കലും ചെറുതായിരിക്കില്ല.